ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഫീൽഡ് സർവേ നടപടികൾ രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ഭൂരേഖകൾ വിശദമായി പരിശോധിക്കുന്ന നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇന്ന് സർവേ നടപടികൾ ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടോബി, ഈ ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ അതിന്റെ ഫീൽഡ് സർവേ നടപടികൾ ആണ് ഇനി നടക്കാനുള്ളത്. അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? രേഖകൾ പരിശോധിച്ച ശേഷം മാത്രം ഫീൽഡ് സർവേ നടപടികൾ എന്നതാണോ ഇപ്പോഴുണ്ടായിരിക്കുന്ന തീരുമാനം? ഈ ഭൂരേഖകൾ വിശദമായി പരിശോധിക്കുന്ന നടപടികൾ അതെപ്പോഴാണ് നടക്കുക? ഇതെന്തെങ്കിലും ഒരു കാലതാമസത്തിനോ തടസ്സത്തിന്റെയോ ഭാഗമാണോ? ജി കെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ തഹസിൽദാരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് കാലതാമസം ഉണ്ടാകാതെ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ പരിശോധിക്കാൻ ആ ഒരു ആദ്യഘട്ടത്തിലേക്ക് ആ ജോലി എടുത്തിരിക്കുന്നത്. അതായത് സാധാരണ ഈ സർവേ നടപടികൾ ഫീൽഡ് സർവേ നടത്തിയതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭൂരേഖകൾ പരിശോധിക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം ഭൂരേഖകൾ പരിശോധിച്ച് അത് കൃത്യത വരുത്തിയതിനു ശേഷം സർവേ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നാണ് ഈ സ്പെഷ്യൽ ടീമിന്റെ, ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പാണ് 5 സർവേയർമാർ ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക സംഘത്തെ, 6 പേരടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അവരുടെ ഒരു തീരുമാനം അതാണ്. അതായത് ഈ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആദ്യം രേഖകൾ പരിശോധിച്ച് കൃത്യത വരുത്തിയ ശേഷം ഫീൽഡ് സർവേയിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി 2 ദിവസം കൂടി ഇതിന് സമയമെടുക്കും, കുറച്ച് സമയം കൂടി വേണ്ടിവരുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഡിജിറ്റൽ സർവേ കൂടി പൂർത്തിയാകാനുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ കൃത്യത ഈ ഒരു നടപടിക്കകത്ത് ഉണ്ടാകുമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. അല്ലാതെ മറ്റ് കാലതാമസങ്ങളൊന്നുമില്ല. എന്തായാലും മണിമല പഞ്ചായത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട സർവേ ഇന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് 2 ദിവസം കൂടി കഴിയും. എന്തായാലും ഇത് കാലതാമസത്തിന്റെ ഒന്നും പ്രശ്നമില്ല. ഉടൻ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ജി കെ. ശരി ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.